യോഹന്നാൻ 1-ാം ഒരു ഡീപ് പ്രൊമോഷൻ്റെ കഥയാണ്. വചനമായിരുന്നവൻ, സകലത്തെയും ഉളവാക്കിയവൻ, സകലത്തിനും ജീവൻ നൽകിയവൻ, അവൻ ലിമിറ്റഡായി ജഡാവതാരമെടുത്തു. വചനം ജഡമായി തീർന്നു. പക്ഷെ 2-21 വരെയുള്ള ബാക്കി എല്ലാ അധ്യായങ്ങളിലും പ്രൊമോഷനാണ്. വെള്ളത്തെ വീഞ്ഞാക്കി. ലോകത്തിലെ എല്ലാ ഭാഷക്കാർക്കും എല്ലാ ജാതിക്കാർക്കും അറിയാവുന്ന യേശുവിൻ്റെ അത്ഭുതമാണ് വെള്ളത്തെ വീഞ്ഞാക്കിയ യേശു. വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് മനുഷ്യനെയും അവൻ പ്രകാശിപ്പിക്കും. ഏത് മനുഷ്യൻ്റെയും ഏത് കുടുംബത്തിൻ്റെയും നിലയ്ക്ക് അവൻ മാറ്റം വരുത്തുമെന്ന്. ഫ്രീ ആയിട്ട്. അവൻ്റെ താഴ്ച നമ്മുടെ മഹത്വമായി. അവൻ റിജക്റ്റഡ് ആയിരുന്നു. വചനം പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ സ്വീകരിച്ചില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകത്തിന് അവനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് ആത്മഹത്യ ചെയ്തേക്കല്ല, പിണങ്ങിയിരിക്കുകയല്ല, അപകർഷതാബോധം, മിണ്ടാതിരിക്കുകയല്ല, അത് മഹത്വമാക്കി മാറ്റി. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവനെ കൈക്കൊണ്ടവർക്കെല്ലാം, വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഏത് പരാജയവും, ഏത് തിരസ്കരണവും, ഏത് അവഗണിക്കലും, ഏതില്ലായ്മയും മഹത്വമാക്കും കർത്താവായ യേശു. അവനെ വിളിച്ചപേക്ഷിക്കുക, രക്ഷ പ്രാപിക്കുക.